പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സെയിൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ നമുക്ക് തന്ന അനേകം വിരസമായ പകലുകൾ. എന്നാൽ ഈ പകലുകളെയൊക്കെ വളരെ സന്തോഷകരമാക്കി മാറ്റിയ എൻ്റെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാം. ചെടികളെയും വീടിനെയും മക്കളെയും ഒക്കെ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ലളിതമായ രീതിയിൽ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുക, നല്ല രീതിയിൽ കഴിക്കുക, വീട്ടിലുള്ള ഓരോ ഭാഗങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക, ചെടികളെയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ലോക്ക്ഡൗൺ കാലത്തെ വിശേഷങ്ങൾ. ഇടയ്ക്ക് നന്നായി കിട്ടിയ മഴ കാരണം കൊണ്ട് ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. ഗ്രാസൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അവയൊക്കെ കട്ട് ചെയ്ത് വളരെ നീറ്റാക്കിയിട്ട് ഇടാൻ നല്ല രീതിയിലുള്ള സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ലോക്ക്ഡൗൺ കൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ. ചെടികളുടെ കാര്യത്തിൽ എടുത്തു പറയാനുള്ളത്, ലിപ്സ്റ്റിക് പ്ലാന്റ് പൂവിട്ടു. നല്ല മെറൂൺ കളർ പൂവാണ്. റെഡ് മുൻപേ പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു പുതിയ ലിപ്സ്റ്റിക് പ്ലാന്റ് കൂടെ നല്ല ഫ്ലവർ വന്നിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഭംഗി നൽകിയിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ വളർന്ന് താഴേക്ക് പടരാൻ തുടങ്ങി. ബ്ലീഡിങ് ഹെർട്ട് ഒരുപാട് കമ്പും ചില്ലകളൊക്കെ ആയിട്ട് വളർന്നു. പൊതുവെ അന്തരീക്ഷമൊക്കെ നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വരാന്തയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വരാന്തയുടെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ചെടികളുടെ ചട്ടികളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തു. ചെടികളൊക്കെ പുതിയത് നട്ടു. തൈകളുള്ളതൊക്കെ നമ്മൾ പിരിച്ചു വെച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരാന്ത ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. ഇതുപോലെ നമ്മൾ റെക്സിനൊക്കെ ഇട്ട് കുഷ്യനൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ചെറിയ ചെറിയ പില്ലോകളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി ഒരു ഭാഗം സെറ്റ് ചെയ്തെടുത്തു. സത്യത്തിൽ പറയുകയാണെങ്കിൽ കിട്ടിയ സമയം മൊത്തം ഇപ്പോൾ വരാന്തയിൽ വന്നിരിക്കാനാണ് ഇഷ്ടം. ഈ മജ്ലിസ് നമ്മൾ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അടിയിൽ നമ്മൾ പ്ലൈവുഡിൻ്റെ പലക വെച്ച് സ്പോഞ്ച് വെച്ച് അതിന് മുകളിൽ റെക്സിൻ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ കുഷ്യന് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് മധ്യഭാഗത്ത് ഒരു ചെറിയ മാറ്റും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ പ്ലാന്റൊക്കെ വെച്ച് ഈ ഒരു മൂല നന്നായി സെറ്റ് ചെയ്തെടുത്തു. ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഈ ഒരു ഭാഗം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം, ഇതുപോലെ പരന്നിരിക്കാൻ പറ്റിയൊരു മജ്ലിസ് വേണം എന്നുള്ളതൊക്കെ. എന്തായാലും ആ ഒരു ആഗ്രഹം പൂവണിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സോഫയുണ്ട് കേട്ടോ ഇവിടെ. പിന്നീട് ഉള്ളത് ചെടികളാണ്. ഈ ഒരു സ്റ്റാൻഡിൽ മൊത്തമായിട്ട് നമ്മുടെ മണി പ്ലാന്റും അതുപോലെ ഫെലോഡൻഡ്രോണും അഗ്ലോണിമ ഇങ്ങനെയൊക്കെ ആയിട്ട് മണി പ്ലാന്റ് എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ പുതുതായിട്ട് ഇതാ ഈ ഒരു മോൺസ്ട്ര പ്ലാന്റ് വളർന്നു വരുന്നുണ്ട്. അഗ്ലോണിമ ചെടികളൊക്കെ ഇപ്പോൾ 2-3 തൈയുള്ളതൊക്കെ പിരിച്ച് നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു റബ്ബർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചെടികളുടെ കാര്യമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയോടെ പോകുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ലോക്ക്ഡൗൺ സമയത്ത് വീടിൻ്റെ അകത്ത് ബെഡ്റൂമിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുഷ്യനൊക്കെ വൃത്തിയാക്കി തയ്ച്ച് സെറ്റ് ചെയ്ത് ഇതുപോലെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെയൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ കട്ടിലിൻ്റെ ഭാഗത്തായിട്ട് ഒരു സാൻസവേരിയ പ്ലാന്റ് ഇതുപോലെ വൈറ്റ് പോട്ടിൽ, സെറാമിക് പോട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു എയർ ഫ്രഷ്നർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പില്ലോയൊക്കെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ വൈറ്റ് ആൻഡ് കോഫി സെറ്റാക്കി മാറ്റിയിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം. ആദ്യം ആഷ് കളറും വൈറ്റും കോഫി കളറും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൈറ്റ് ആൻഡ് കോഫി മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. റൂമിന് വൈറ്റ് കളറ് പെയിൻറ്റും കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ലോക്ക്ഡൗണിന് മുമ്പായിട്ട് നമ്മൾ പെയിൻറ്റ് വാങ്ങി വെച്ചില്ല. അതുകൊണ്ട് നമുക്ക് പെയിൻറ്റ് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലുള്ള സെറ്റിങ്സ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.
ഇവിടെ നമ്മൾ ആഷ് കളറും വൈറ്റും ലൈറ്റ് കോഫി കളറും കൂടെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. മധ്യത്തിലായിട്ട് നമ്മളൊരു ആഷ് കളർ ബെഡ്ഷീറ്റും അതുപോലെ വൈറ്റും കൂടെ വിരിച്ചിട്ടുണ്ട്. തലയിണ ആഷ് കളറും വൈറ്റും പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ആഷ് കളറും കൂടെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ ഒരു ഭാഗമാണ്. സി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. സി പ്ലാന്റ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണല്ലോ, അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തു. പിന്നെ പില്ലോ ഈ ഒരു നല്ല സ്മൂത്തായ തുണി കൊണ്ടാണ് നമ്മൾ പില്ലോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഭംഗിയുണ്ട് റൂമിന്. പിന്നെ വൈറ്റ് കളറ് ഏത് ബെഡ്റൂമിനായാലും എങ്ങനെ ആയാലും വൈറ്റ് കളറിൻ്റെ ഒരു ഭംഗി എടുത്ത് പറയേണ്ടതാണല്ലോ. റൂമിൻ്റെ മൊത്തം ഒരു ലുക്ക് നോക്കിയാൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് കേട്ടോ. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സെറ്റിങ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പ് ഹൈലൈറ്റ് മാളിൽ നിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റും അതുപോലെ സിമ്പിളായ 2 ബെഡ്ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു പിങ്ക് കളറ് ജോയിൻ്റ് ചെയ്തിട്ടുള്ള സെറ്റിങ്സ് ആണ്. കാരണം ഇവിടുത്തെ കർട്ടൻ അതുപോലെ പിങ്കാണ്, അത് വെച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പഴയ ടൈപ്പ് കർട്ടനാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ലുക്കിലാണ് നമ്മൾ ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വീടിൻ്റെ താഴെയുള്ള 3 ബെഡ്റൂം സെറ്റ് ചെയ്തതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതെന്ന് കണ്ടു നോക്കാം കേട്ടോ. ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട് കേട്ടോ, മഴയുള്ളത് കാരണമാണ്. പിന്നെ നമ്മൾ ഗേറ്റിന് പുറത്തായിട്ട് കുറച്ച് ഭാഗം ഇതുപോലെ കട്ട വിരിച്ചു പുതിയതായിട്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ മാണ്ടേവില്ല ചെടി പടർത്തി വിടാനായിട്ട് ഇതുപോലെ ഗേറ്റിന് മുകളിൽ ആർച്ച് പണിതിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ടേജ് നമ്മൾ ഇതുപോലെ കട്ട വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പെയിൻറ് ചെയ്തിട്ടില്ല. ഈ ഒരു മഴക്കാലത്ത് നമ്മളിപ്പോൾ പെയിൻറ് ചെയ്യുന്നത് വലിയൊരു കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ പെയിൻറ് ചെയ്തിട്ടില്ല. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഓട്ടിൻപുറമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗവും വീടിന് നല്ലൊരു ഐശ്വര്യമായി മാറിയിട്ടുണ്ട്, നല്ല നീറ്റായി. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന ഈ ഒരു മഴ തന്നെ നമ്മുടെ ചെടികളെ നല്ല സുന്ദരികളാക്കി മാറ്റുന്നുണ്ടല്ലോ. നല്ല ഭംഗിയോടെ എല്ലാ ചെടികളും വളർന്നു വരുന്നുണ്ട്. ഫിറ്റോണിയ നമ്മൾ മഴ കൊള്ളാത്തൊരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബിഗോണിയ വീടിൻ്റെ ഇറയത്താണ് വെച്ചിട്ടുള്ളത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കാട്ടുമുല്ലയൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല വാസനയാണ് കേട്ടോ ഈ ഒരു കാട്ടുമുല്ലക്ക്. രാവിലെ ചെറിയ മകൾ വന്ന് ഇത് പൊറുക്കി എടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ ചെമ്പരത്തി പൂക്കളും സുന്ദരിയായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെയൊക്കെ മുന്നിലെത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.